ഹായ് ഹലോ പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഫിഫ 2026 വേൾഡ് കപ്പ് ഫുട്ബോൾ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ? നിങ്ങൾക്കറിയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള എക്സാമിന് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് സ്പോർട്സ് വിഭാഗത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഫിഫ ഫുട്ബോൾ ലോകകപ്പ് 2026 കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് 2026 നമുക്കറിയാം, സ്പെയിനാണ് കിരീടം നേടിയതെന്നൊക്കെ അറിയാം അല്ലെ? അപ്പോൾ 23ാമത് ഫിഫ ലോകകപ്പാണ് കഴിഞ്ഞത്. 23rd ആണ്, അറിഞ്ഞിരിക്കണം. പ്രസ്താവന തലത്തിൽ ഉൾപ്പെടാം. 23ാമത് ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോ. 3 രാജ്യങ്ങളിലായിട്ടാണ് ഫിഫ ലോകകപ്പ് 23ാമത് ഫിഫ ലോകകപ്പ് നടന്നത്. അമേരിക്ക, കാനഡ, മെക്സിക്കോ. തൊട്ടുമുമ്പ് 2022 അത് ഖത്തറിലായിരുന്നു നടന്നത്. അന്ന് അർജന്റീനയായിരുന്നു ചാമ്പ്യന്മാരായതെന്നൊക്കെ നമുക്കറിയാം 2022. അപ്പോൾ ഓർത്തിരിക്കണം, ഇപ്പോൾ 3 രാജ്യങ്ങൾ 23ാമത് ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് 3 രാജ്യങ്ങളാണെന്ന് പറഞ്ഞു. അമേരിക്ക, കാനഡ, മെക്സിക്കോ. ഇതിൽ ആതിഥേയ രാജ്യങ്ങളിൽ ആദ്യമായി ലോകകപ്പിന് വേദിയാവുന്ന രാജ്യമാണ് കാനഡ. കാനഡ ആദ്യമായിട്ടാണ് ആതിഥേയ രാജ്യങ്ങളിൽ ലോകകപ്പിന് വേദിയാകുന്നത്. അപ്പോൾ ഈ ഫിഫ ലോകകപ്പ് ടൂർണമെന്റിൽ 48 രാജ്യങ്ങളാണ്, എണ്ണം അറിഞ്ഞിരിക്കണം. 48 രാജ്യങ്ങളെ 12 ഗ്രൂപ്പുകളായി തരംതിരിച്ച് 104 മത്സരങ്ങളായിരുന്നു ക്രമീകരിച്ചിരുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്: ഫസ്റ്റ്, 23ാമത് ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോ. ആതിഥേയ രാജ്യങ്ങൾ ആദ്യമായി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് കാനഡ. ഈ 3 രാജ്യങ്ങൾ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ കാനഡ വേദിയാകുന്നത്. 48 രാജ്യങ്ങളാണ് ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ 12 ഗ്രൂപ്പുകൾ 104 മത്സരങ്ങളായിട്ടാണ് ക്രമീകരിച്ചത്. ഓർത്തിരിക്കണം, ഇതിൽ ആദ്യ മത്സരം മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു. ഇതൊക്കെ ചോദിക്കുക എക്സാമിന്. ആദ്യ മത്സരം മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു. ആദ്യ മത്സരത്തിന്റെ വേദി എന്ന് പറയുന്നത് മെക്സിക്കോ സിറ്റിയിലെ എസ്റ്റാഡിയോ ആസ്റ്റെക്ക സ്റ്റേഡിയം ആയിരുന്നു. അപ്പോൾ ഫുട്ബോൾ ലോകകപ്പിലെ ആദ്യ മത്സരം മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു. ആദ്യ മത്സരത്തിന്റെ വേദി മെക്സിക്കോ സിറ്റിയിലെ എസ്റ്റാഡിയോ ആസ്റ്റെക്ക സ്റ്റേഡിയമാണ്. ഫൈനൽ മത്സരത്തിന്റെ വേദി അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയം ആയിരുന്നു. 2026 ജൂലൈ 19 ആയിരുന്നു ഫൈനൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ 12:30, അതായത് ജൂലൈ 20 അല്ലേ? അപ്പോൾ ജൂലൈ 19 2026 ഔദ്യോഗികമായിട്ട് പറയുകയാണെങ്കിൽ ഫൈനൽ മത്സരം അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലായിരുന്നു. ഇനി ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഫുട്ബോളിലെ ഔദ്യോഗിക പന്തിന്, ഫിഫ ലോകകപ്പിലെ ഔദ്യോഗിക പന്തിന് ഒരു ഒഫീഷ്യൽ നെയിം ഉണ്ട്, ട്രയോണ്ട എന്നാണ്. എന്താണ് ട്രയോണ്ട എന്നാണ്? സ്പാനിഷ് ഭാഷയിൽ 3 തരംഗങ്ങൾ, 3 വേഴ്സ് എന്നർത്ഥം വരുന്നതാണ് ഏത്? ട്രയോണ്ട എന്ന് പറയുന്ന പന്ത്. ഔദ്യോഗിക പന്തിന്റെ ഒഫീഷ്യൽ നെയിമാണ് ട്രയോണ്ട. ഈ ട്രയോണ്ട എന്ന് പറയുന്നത് സ്പാനിഷ് ഭാഷയിൽ 3 തരംഗങ്ങൾ, 3 വേഴ്സ് എന്നർത്ഥം വരുന്ന പദമാണ്. ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ, അതായത് 3 രാജ്യങ്ങളിലാണല്ലോ നടക്കുന്നത്. അമേരിക്കയുടെ ഭാഗ്യചിഹ്നമാണ് ക്ലച്ച്, ബാൾഡ് ഈഗിൾ ആണ്. അതുപോലെ തന്നെ മെക്സിക്കോയുടെ സായു, അത് ജഗ്വാർ ആണ്. കാനഡയുടെ മേപ്പിള്, അത് മൂസ് ആണ്. അപ്പോൾ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? ക്ലച്ച്, സായു, മാപ്പിൾ. ക്ലച്ച്, സായു, മാപ്പിൾ. ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് ഔദ്യോഗിക ഗാനം ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ട് കാണും. ഡായ് ഡായ് എന്ന് തുടങ്ങുന്ന ഗാനം. കമോൺ എന്നാണ് അതിന്റെ അർത്ഥം. ഇറ്റാലിയൻ വാക്കാണ് ഈ ഡായ് ഡായ് എന്നുള്ളത്. പാടിയത് നിങ്ങൾക്കറിയാം, കൊളംബിയൻ കലാകാരിയായ ഷക്കീറ ആണ് അല്ലെ? ഷക്കീറയുടെ വാക്ക വാക്കയൊക്കെ അറിയാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നൈജീരിയൻ ഗായകനായ ബെർണാബോയും. അപ്പോൾ കൊളംബിയൻ കലാകാരി ഷക്കീറയും നൈജീരിയൻ ഗായകനായ ബെർണാബോയുമാണ് പാടിയത്. ഔദ്യോഗിക ഗാനം ഡായ് ഡായ് ആണ്. അർത്ഥം കമോൺ എന്നാണ്. ഇറ്റാലിയൻ വാക്കാണ് ഡായ് ഡായ്.
പാടിയത് ഷക്കീറയും ബർണാബോയുമാണ്. മറ്റൊരു പോയിന്റ് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത്, 3 ഫിഫ ലോകകപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് മെക്സിക്കോയാണ്. 1970, 1986, 2026 3 ഫിഫ ലോകകപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം മെക്സിക്കോ. 1970, 1986, 2026. നമുക്കറിയാം 2026 ലോകകപ്പിനുള്ള ഖത്തറിന്റെ ടീമിൽ ഇടം നേടിയ മലയാളി ഫുട്ബോളർ, അദ്ദേഹം കളിച്ചതൊന്നുമില്ല, പകരക്കാരനായിട്ട് പോലും ഇറങ്ങിയില്ല, തഹ്സീൻ മുഹമ്മദ് ജംഷീദാണ്. കണ്ണൂരിൽ നിന്നുള്ള തഹ്സീൻ മുഹമ്മദ് ജംഷീദാണ് 2026 അമേരിക്ക, മെക്സിക്കോ, അതുപോലെ തന്നെ കാനഡ ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ഖത്തർ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് ആര്? തഹ്സീൻ മുഹമ്മദ് ജംഷീദ്, കണ്ണൂർ സ്വദേശിയാണ്. നമുക്കറിയാം ചാമ്പ്യന്മാരായത് സ്പെയിനാണ്, റണ്ണേഴ്സ് അപ്പ് അർജന്റീന. സ്പെയിൻ 1-0 അതായത് എക്സ്ട്രാ ടൈമിലെ ഗോളിനാണ് അർജന്റീനയെ പരാജയപ്പെടുത്തിയത്. ആ വിജയ ഗോൾ നേടിയത് ആരായിരുന്നു? നിങ്ങൾക്കറിയാം, ഫെറാൻ ടോറസ് ആണ്. 106 മിനിറ്റാണ്. ഈ മിനിറ്റൊക്കെ ഒരുപക്ഷെ എക്സാമിന് ചോദിച്ചു കളയാം. അപ്പോൾ വിജയ ഗോൾ നേടിയത് ഫെറാൻ ടോറസ് ആണ്, 106 മിനിറ്റ്. ഫൈനൽ നടന്നത് നിങ്ങൾക്കറിയാം 2026 ജൂലൈ 19. വേദി മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ്, ഈസ്റ്റ് റദർഫോർഡ്, ന്യൂജേഴ്സി, അമേരിക്ക. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റദർഫോർഡിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലായിരുന്നു ഫൈനൽ നടന്ന. 2026 ജൂലൈ 19 വിജയ ഗോൾ നേടിയത് സ്പെയിനിന്റെ ഫെറാൻ ടോറസ് ആണ്, 106 മിനിറ്റ്. ആ ഗോളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ 1-0 അർജന്റീനയെ പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ ചാമ്പ്യന്മാരായത്. നമുക്ക് ആതിഥേയ രാജ്യങ്ങൾ ആരൊക്കെയാണ്? അമേരിക്ക, കാനഡ, മെക്സിക്കോ. ഈ 3 രാജ്യങ്ങൾ ചേർന്ന് ആദ്യമായി ആതിഥേയത്വം വഹിച്ച ഫിഫ ലോകകപ്പ് എന്ന പ്രത്യേകതയും 2026 ലോകകപ്പിനുണ്ട്. നമുക്കറിയാം ആദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുത്തു. 104 മത്സരങ്ങൾ നടന്നു. 12 ഗ്രൂപ്പുകളിലായി എ മുതൽ എൽ വരെയാണ് ടീമുകളെ വിഭജിച്ചിരുന്നത്. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 ടീമുകളും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരും നോക്കൌട്ട് റൗണ്ടിലേക്ക് യോഗ്യത നേടി. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്, കണ്ടതാണ്. ഇപ്പോൾ ഫൈനലില് സ്പെയിൻ എന്ത് ചെയ്ത് 1-0 എക്സ്ട്രാ ടൈമിലാണ് വിജയ ഗോൾ ഫെറാൻ ടോറസ് നേടിയത് അർജന്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ട്. വേദി എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. സ്പെയിനിന്റെ 2ാം ലോകകപ്പ് കിരീടമാണ്. 2010 നെതർലാൻഡ്സിനെ തോപ്പിച്ച് കിരീടം ചൂടിയിട്ടുണ്ട്. 3ാം സ്ഥാനം നമുക്കറിയാം ഇംഗ്ലണ്ടിനായിരുന്നു. 6-4 ഫ്രാൻസിനെയാണ് തോൽപ്പിച്ച. ഫ്രാൻസ് 4ാം സ്ഥാനത്താണ്. അപ്പോൾ ഇതിനകത്ത് 2026 ഫിഫ ലോകകപ്പിലെ പ്രധാന അവാർഡുകൾ അറിഞ്ഞിരിക്കണം. ഗോൾഡൻ ബോൾ എന്ന് പറഞ്ഞാൽ മികച്ച താരത്തിന് ലഭിക്കുന്നതാണ്. ഓർത്തിരിക്കണം, ഗോൾഡൻ ബോൾ. സ്പെയിനിന്റെ റോഡ്രിക്കാണ് എന്ത് ലഭിച്ചത്? മികച്ച താരത്തിനുള്ള അവാർഡായ ഗോൾഡൻ ബോൾ ലഭിച്ചത് സ്പെയിനിന്റെ റോഡ്രി. അതുപോലെ ഗോൾഡൻ ഗ്ലൗ ഉനായ് സിമോൺ ആണ്. സ്പെയിനിന്റെ ഉനായ് സിമോൺ ആണ് ഗോൾഡൻ ഗ്ലൗ ലഭിച്ചത്. ഈ ഗോൾഡൻ ഗ്ലൗ എന്ന് പറയുന്നത് ഗോൾ കീപ്പറിന് നൽകുന്നതാണ്. അപ്പോൾ ഉനായ് സിമോൺ ആണ് ഗോൾഡൻ ഗ്ലൗ ലഭിച്ചത്. ഇതൊക്കെ എക്സാമിന് ചോദിക്കും. അപ്പോൾ ടൂർണമെന്റിൽ ഈ ലോകകപ്പിൽ 3 മത്സരങ്ങൾ ഉണ്ടായിരുന്ന ടൂർണമെന്റിൽ വെറും 1 ഗോൾ മാത്രമാണ് ഉനായ് സിമോൺ വഴങ്ങിയത്. 7 ക്ലീൻ ഷീറ്റുകൾ എന്ന ലോകകപ്പ് റെക്കോർഡും സ്വന്തമാക്കിയ ഗോൾ കീപ്പറാണ് ഉനായ് സിമോൺ സ്പെയിനിന്റെ ഗോൾഡൻ ഗ്ലൗ നേടിയത്. സ്പെയിൻ ആണെങ്കിൽ ടൂർണമെന്റിൽ 1 ഗോൾ മാത്രമാണ് വഴങ്ങിയത്. 7 ക്ലീൻ ഷീറ്റുകൾ നേടിയ ലോകകപ്പ് റെക്കോർഡ് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഫ്രാൻസ്, പോർച്ചുഗൽ, അർജന്റീന തുടങ്ങിയ ശക്തരായ ടീമുകളെ പരാജയപ്പെടുത്തിയിട്ടാണ് സ്പെയിൻ എന്ത് ചെയ്തത്? കിരീടം നേടിയത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓർത്തിരിക്കണം, കുറേയധികം അഡീഷണൽ പോയിന്റ്സും പഠിക്കുന്നുണ്ട്. 2026 ഫിഫ ലോകകപ്പിന് ആദ്യത്തെ വഹിച്ച രാജ്യങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോ. 2026 ലോകകപ്പിൽ ആദ്യമായി എത്ര ടീമുകൾ പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 48 ടീമുകളാണ്. ലോകകപ്പ് ജേതാക്കൾ സ്പെയിനാണ്. റണ്ണറപ്പ് അർജന്റീനയാണ്. 3ാം സ്ഥാനം നേടിയത് ഇംഗ്ലണ്ട്. 4ാം സ്ഥാനം ആരായിരുന്നു? ഫ്രാൻസ് ആയിരുന്നു. ഫൈനൽ നടന്ന സ്റ്റേഡിയം ഏതാണ്? മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ്, ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയം. ഫൈനലിലെ സ്കോർ അറിഞ്ഞിരിക്കണം 1-0 വിജയ ഗോൾ നേടിയത് ഫെറാൻ ടോറസ് ആണ്. അതുപോലെ തന്നെ സ്പാനിഷ് സൂപ്പർ താരമാണ് ലാമിൻ യമാൽ, നിങ്ങൾക്കറിയാം അല്ലെ. അപ്പോൾ വിജയ ഗോൾ നേടിയത് ഫെറാൻ ടോറസ് ആണ്. 106 എക്സ്ട്രാ ടൈമിലാണ് നേടിയത് ഗോൾ പിറന്നത്. എക്സ്ട്രാ ടൈമിലാണ്. സ്പെയിൻ നേടിയ ലോകകപ്പ് കിരീടങ്ങളുടെ എണ്ണം 2 ആണ്. 2010 ഇപ്പോൾ 2026. ഇനി
ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 2026 ലോകകപ്പിൽ പങ്കെടുത്ത ടീമുകൾ 48, ആതിഥേയ രാജ്യങ്ങൾ 3 ഏതൊക്കെ? കാനഡ, അമേരിക്ക, മെക്സിക്കോ. അതിൽ കാനഡ ആദ്യമായിട്ടാണ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്നത്. 3 തവണ മെക്സിക്കോ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ഫൈനലിലെ വേദി മെറ്റ്ലൈഫ് സ്റ്റേഡിയം ആയിരുന്നു. ചാമ്പ്യനായത് സ്പെയിൻ ആയിരുന്നു. റണ്ണറപ്പ് അർജന്റീനയാണ്. 3-ാം സ്ഥാനം ഇംഗ്ലണ്ട്, 4-ാം സ്ഥാനം ഫ്രാൻസുമായിരുന്നു. ഇനി ഗോൾഡൻ ബോൾ കരസ്ഥമാക്കിയത് റോഡ്രി. ആ റോഡ്രിയുടെ ചിത്രമാണ് വലത് സൈഡിൽ നിങ്ങൾ കാണുന്നത്. അതേപോലെ ഗോൾഡൻ ബൂട്ട് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് കിലിയൻ എംബാപ്പയാണ്. ഫ്രാൻസിന്റെ 10 ഗോളാണ് കരസ്ഥമാക്കിയത്. ലയണൽ മെസ്സി 8 ഗോളും അല്ലേ. ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കിയത് ആരാണ്? കിലിയൻ എംബാപ്പയാണ് ഫ്രാൻസിന്റെ. അതുപോലെ ഗോൾഡൻ ഗ്ലൗ മികച്ച എന്തിനുള്ളത്? ഗോൾ കീപ്പർക്കുള്ള ഉനായ് സിമോണാണ്. ഉനായ് സിമോന്റെ ചിത്രമാണ് വലതുവശത്ത്. അതേപോലെ മികച്ച ഇതെല്ലാം സ്പെയിനിൻ്റെതാണ്. മികച്ച യുവതാരമായിട്ട് പൗ കുബാർസിയാണ്. ഈ പൗ കുബാർസിയുടെ ചിത്രമാണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത്. മികച്ച യുവതാരമായിട്ട് യങ്സ്റ്റർ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് പൗ കുബാർസി. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, എക്സാമിന് ചോദിക്കാം. ഫൈനലിലെ വിജയ ഗോൾ നേടിയത് ഫെരാൻ ടോറിസ് ആണ്. സ്പെയിൻ്റെ 2ാമത്തെ കിരീടമാണ്. മത്സരങ്ങളുടെ എണ്ണം 104 ഗ്രൂപ്പുകൾ 12 എണ്ണമായിരുന്നു. ഓരോ ഗ്രൂപ്പിലും 4 ടീമുകളായിരുന്നു. പുതിയ ഫോർമാറ്റിൽ 48 ടീമുകളുണ്ടായിരുന്നു. നോക്കൌട്ട് റൗണ്ട് ഓഫ് 32 മുതൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. റൗണ്ട് ഓഫ് 32 മുതൽ എന്നാണ്. ഫൈനൽ തീയതി നടന്നത് 2026 ജൂലൈ 19 ആതിഥേയ ഭൂഖണ്ഡം ചോദിച്ചു കഴിഞ്ഞാൽ വടക്കേ അമേരിക്കയാണ് കേട്ടോ. ആതിഥേയ ഭൂഖണ്ഡം ചോദിച്ചു കഴിഞ്ഞാൽ വടക്കേ അമേരിക്കയാണ്. ലോകകപ്പിന്റെ സമ്മാനത്തുക, അതായത് ചാമ്പ്യന് കിട്ടുന്ന $50 മില്യൺ. റണ്ണറപ്പിന്റെ സമ്മാനത്തുക $33 മില്യൺ. 3-ാം സ്ഥാനത്തിന്റെ സമ്മാനത്തുക $29 മില്യൺ. ആദ്യമായിട്ട് 48 ടീം ലോകകപ്പ് പങ്കെടുക്കുന്നത് 2026 മികച്ച പ്രതിരോധം കാഴ്ചവെച്ച ടീം ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിനാണ്. സ്പെയിൻ വഴങ്ങിയത് 1 ഗോൾ മാത്രമാണ്. ഫൈനല് എക്സ്ട്രാ ടൈമിലേക്ക് പോയെന്നറിയാം. 106-ാമത്തെ മിനിറ്റിലാണ് ഗോൾ കരസ്ഥമാക്കിയത്. ഫൈനൽ സ്കോർ 1-0. ടൂർണമെന്റിന്റെ മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തത് റോഡ്രിയാണ്. ഇത്രയും വസ്തുതകൾ ഇതിനോടൊപ്പം അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ ഫിഫ പ്രസിഡന്റ് നിങ്ങൾക്കറിയാം ആരാണ്? ജിയാനി ഇൻഫാന്റിനോ ആണ്. കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ജിയാനി ഇൻഫാന്റിനോ ആണ് ഫിഫയുടെ പ്രസിഡന്റ്. അതുപോലെ തന്നെ സമ്മാനദാന ചടങ്ങിൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഒക്കെ പങ്കെടുത്തു എന്ന് നിങ്ങൾക്കറിയാം. ജിയോവാനി വിൻസനോ ഇൻഫാന്റിനോ ആണ് നിലവിലത്തെ ഫിഫ പ്രസിഡന്റ്. അദ്ദേഹം 2016 മുതൽ ഫിഫ പ്രസിഡന്റ് എന്ന ചുമതല വഹിക്കുന്നു. ഫിഫയുടെ ചരിത്രത്തിലെ 9ാമത്തെ പ്രസിഡന്റാണ് ആരുടെ? ജിയാനി ഇൻഫാന്റിനോ. അതും ഇതിനോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്പെയിനാണ് കിരീടം കരസ്ഥമാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ സ്പെയിനിന്റെ പുരുഷ ടീമായിരുന്നു. ആ പുരുഷ ടീമിന്റെ കോച്ച് ആരായിരുന്നു? ലൂയിസ് ഡി ലാ ഫ്യുവാന്തയാണ് സ്പെയിനിന്റെ കോച്ച്. അറിഞ്ഞിരിക്കണം ആരാണ്? ലൂയിസ് ഡി ലാ ഫ്യുവാന്തെ. അപ്പോൾ സ്പെയിന്റെ ദേശീയ പുരുഷ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? നിങ്ങൾക്കറിയാം. ഗോൾഡൻ ബോളൊക്കെ കരസ്ഥമാക്കിയ ആരായിരുന്നു? റോഡ്രി. മിഡ്ഫീൽഡറായ റോഡ്രിയാണ് സ്പെയിനിന്റെ 2026 ഫിഫ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ക്യാപ്റ്റൻ ആരാണ്? റോഡ്രിയാണ്. അതുപോലെ തന്നെ ഈ റോഡ്രി കളിക്കുന്നതാണ് ക്ലബ്ബ് ടീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയിലാണ് ഈ റോഡ്രി കളിക്കുന്നത്. ഇതൊക്കെ ചോദിക്കാം. റോഡ്രിയുടെ പൂർണ്ണനാമം റോഡ്രിഗോ ഹെർനാണ്ടസ് കസാൻഡെ എന്നാണ്. റോഡ്രിഗോ ഹെർനാണ്ടസ് കസാൻഡെ എന്നാണ് റോഡ്രിയുടെ പൂർണ്ണനാമം. അതുപോലെ തന്നെ റണ്ണറപ്പായ അർജന്റീനയുടെ കോച്ചാരായിരുന്നു? ലയണൽ സ്കലോണി ആയിരുന്നു. അതുപോലെ തന്നെ ലയണൽ മെസ്സിയാണ്. നിങ്ങൾക്കറിയാം, സൂപ്പർ താരമായ ലയണൽ മെസ്സിയാണ് അർജന്റീൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ അല്ലേ? അതുപോലെ ഈ സ്പെയിനിന്റെ റിലേറ്റ് ചെയ്തൊരു കാര്യം അറിഞ്ഞിരിക്കണം. യൂറോ കപ്പ്, അതുപോലെ തന്നെ ഒളിമ്പിക്സ് കിരീടം, ലോകകപ്പ് കിരീടം 3ഉം ഒരുമിച്ച് ഒരേ സമയത്ത് കൈവശം വെക്കുന്ന ടീം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിനേ ഉള്ളൂ. 3ഉം ഒരേ സമയത്ത് കൈവശം വെക്കുന്ന ടീമാണ് സ്പെയിൻ. നിങ്ങൾക്കറിയാം, ഫൈനൽ മത്സരത്തിൽ അർജന്റീനയുടെ 2 താരങ്ങൾ
റെഡ് കാർഡൊക്കെ കണ്ട് പുറത്തായി. അർജന്റീനൻ താരം എൽസോ ഫെർണാണ്ടസ് ആണ് ആദ്യം ചുവപ്പ് കാർഡ് കണ്ട് പുറത്താകുന്നത്. ഇനി രണ്ടാം പകുതിയുടെ അധിക സമയത്തില് സ്പെയിൻ ഡിഫൻഡർ പൗ ക്യുബാർസിയെ ഫൗൾ ചെയ്തതിനാണ് എൽജോ എന്ത് ചെയ്ത് രണ്ടാമത്തെ മഞ്ഞക്കാർഡും കിട്ടി. എന്ത് ചെയ്ത് തുടർന്ന് ചുവപ്പ് കാർഡും കിട്ടിയിട്ട് പുറത്തു പോകുന്നത് രണ്ടാമത്തതിൽ. അതാണ് എൽജോ ഫെർണാണ്ടസിന്റെ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ലിയാൻഡ്രോ പാരഡസിന്റെ റെഡ് കാർഡ് വിവാദമൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതും കൂടി അറിഞ്ഞിരിക്കണം. ആ ലിയാൻഡ്രോ പാരഡസിന് കിട്ടിയത് എന്താണ്? അതിനുശേഷം മത്സരത്തിന് ശേഷമുള്ള ഫൈനൽ വിസിലിന് പിന്നാലെ ഇരു ടീമിലെയും കളിക്കാർ തമ്മിൽ വലിയ സംഘർഷമൊക്കെ ഉണ്ടാവുകയും അങ്ങനെ സ്പാനിഷ് താരം എറിക് ഗാർസിയെ കഴുത്തിന് പിടിച്ച് തള്ളിയതും ഗാവിയെ തള്ളി താഴെയിട്ടതും അങ്ങനെ അർജന്റീനയുടെ ലിയാൻഡ്രോ പാരഡസിന് റഫറി സ്ലാവാക്കോ, ഓർത്തിരിക്കണം, ഈ 2026 ഫൈനൽ നിയന്ത്രിച്ച റഫറിയുടെ പേര് സ്ലാവാക്കോ വിൻസിച്ച് ആണ്. ഈ സ്ലാവാക്കോ വിൻസിച്ച് ഓർത്തിരിക്കുക, അതും ചോദിക്കാം. സ്ലാവാക്കോ വിൻസിച്ച് നേരിട്ട് ചുവപ്പ് കാർഡ് നൽകി എന്ത് ചെയ്തു? ലിയാൻഡ്രോ പാരഡസിനെ പുറത്താക്കുകയാണ്. അതായത് ഓൾറെഡി പിന്നീടുള്ള മത്സരങ്ങളിൽ കളിക്കാൻ കഴിയില്ല, അതായത് ഇനി വരുന്ന മത്സരങ്ങളിൽ. ഓക്കെ, എന്നാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് 2026 ഫുട്ബോൾ ലോകകപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് എക്സാമിന് ഷുവറായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നന്നായിട്ട് കേട്ട് കണ്ട് പഠിക്കുക. ബൈ, ടേക്ക് കെയർ.